ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ഹൊറർ ഫാന്റസി മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ റംബിൾ സ്റ്റിൽ സ്കിൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ മുത്തശ്ശി കഥകളിലെല്ലാം കേൾക്കുമല്ലോ, അതുപോലുള്ളൊരു കഥ അവസാനം വരെയും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കഥ. അപ്പോൾ കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് ഒരു കാടിനുള്ളിൽ നിന്നും. ഇപ്പോ കറുത്തിരണ്ട ആ ഒരു കാടിനുള്ളിലൂടെ രണ്ടുപേര് നടന്നു പോവാണ്. ഇവര് രണ്ടുപേരാണ് ഈ കഥയിലെ ഹീറോയിനും ഹീറോയും. രണ്ടുപേരും പ്രണയിക്കുകയാണ്. ഹീറോയിന്റെ പേര് എലീന എന്നാണ്. ഇപ്പോൾ രണ്ടുപേരും കാടിനുള്ളിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഇതിലെ ഹീറോയ്ക്ക് ഈ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയാണ്. പക്ഷെ ഒട്ടും പേടിയില്ലാത്ത എലീനയാണെങ്കിലോ, ഏയ് ഒരു കുഴപ്പമില്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനെ കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ പറയുന്നത് ഈ കാടിനുള്ളിൽ ചെന്നായ്ക്കളുണ്ട്, വേറെ മൃഗങ്ങളുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അവന്റെ ആ ഒരു പേടി മാറ്റാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവനെ കിസ് ചെയ്യുന്നു. ഉമ്മ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ റൊമാൻറ്റിക് ആയിട്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ പിറകിലൂടെ വന്നിട്ട് ഇതെല്ലാം കാണുന്നത് പോലെ കുറെ ദൂരെയായിട്ട് മാറി നിന്ന് ഇതെല്ലാം കാണുന്നത് പോലെ, അതുമല്ല ആ ഒരാളുടെ കൈ കാണിക്കുമ്പോൾ എന്തോ ഒരു മൃഗത്തിന്റെ കൈ പോലെ നല്ല പേടിയാവുന്നുണ്ട്. അത് വളരെ കൊടൂരമായിട്ടുള്ളൊരു കൈ. ഇപ്പൊ ഇതറിയാതെ അവർ രണ്ടുപേരും നിൽക്കുന്നതും ഈ രൂപം ഇവിടേക്ക് വന്നെന്ന് മനസ്സിലാക്കിയ കാക്കകളും പക്ഷികളെല്ലാം പറന്നു പോകുന്നുണ്ട്. ഈ ശബ്ദം കേട്ട ഇവര് രണ്ടുപേരും പേടിച്ചിട്ട് ഇവിടെ ആരോ വന്നു എന്ന് മനസ്സിലാക്കി രണ്ടുപേരും കുറച്ച് മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ആ കാടിനുള്ളിൽ ഒരു പെട്ടി കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. അതിനുള്ളിലാണെങ്കിലോ ഒരു മനുഷ്യന്റെ കൈയും. അതും അഴുകിയ അവസ്ഥയിലുള്ള ആ ഒരു കൈ കണ്ടിട്ട് ഇവര് രണ്ടുപേരും പേടിച്ച് അലറി വിളിക്കുന്നതും ഇപ്പൊ ആ ഒരു സീൻ അവിടെ വെച്ച് കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ നാട്ടിലെ രാജാവിനെ കാണിക്കുകയാണ്. അയാളാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് മദ്യപിക്കുന്നു. അതേസമയം അയാളുടെ 5ാമത്തെ ഭാര്യ അകത്ത് പ്രസവ വേദന കാരണം കിടക്കുകയാണ്. അവളുടെ പ്രസവം എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ രാജാവിന്റെ 4ാമത്തെ ഭാര്യ ഒരു വിധത്തിൽ ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പുറത്തെടുക്കുമ്പോഴാണ് ആ ഒരു കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് മനസ്സിലാവുന്നതും ഈ രാജാവ് ഉടനെ തന്നെ ഒരു ഉത്തരവിടവാണ് അവന്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ കൊട്ടാരത്തിന് വെളിയിലായിട്ട് ഒരു കുന്തത്തില് ആ ഭാര്യയുടെ തല വെട്ടി കുത്തിവെച്ചേക്കുന്നു. അത് കഴിഞ്ഞ് ഈ കൊട്ടാരത്തിലെ രാജാവിന്റെ ദളപതി അയാള് ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വിരിക്കാൻ വേണ്ടി വരികയാണ്. ആ ഗ്രാമത്തിലുള്ളവരാണെങ്കിലോ പട്ടിണിയും പരിവട്ടമായിട്ടാണ് കിടക്കുന്നത്. അവരുടെ കയ്യിലുള്ള പണവും ഇവർ പിടിച്ചു വാങ്ങിയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഈ രാജാവിന് 5ാമതായിട്ടൊരു ഭാര്യ ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഈ ദളപതി നാട്ടിലുള്ള എല്ലാവരോടും പറയുന്നത്. ഇത് കേൾക്കുന്ന എലീനയുടെ അച്ഛൻ അയാൾക്ക് എന്തോ ഒരു സന്തോഷം. കാരണം വേറെ ഒന്നല്ല, തന്റെ മകളെ ഒരു വലിയ നിലയിലേക്ക് കെട്ടിച്ചുകൊണ്ട് പോകണം, നല്ല പണമുള്ള അല്ലെങ്കിൽ ഒരു വലിയ നിലയിലേക്ക് കെട്ടിച്ചു വിടണമെന്നാണ് അയാളുടെ ആഗ്രഹം. ഈ കാര്യം വന്ന് എലീനയോട് പറയുമ്പോൾ എലീനയ്ക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം അവൾ മറ്റൊരുത്തനെ സ്നേഹിക്കുവാണല്ലോ. അതുകൊണ്ട് അവൾക്ക് അതിനോട് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അവളുടെ അച്ഛൻ അത് കേൾക്കാതെ എലീനയെ നിർബന്ധിച്ച് ആ ഒരു രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ അതിനകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു രാജാവിന് വേണ്ടിയിട്ട് ഭാര്യമാരാവാൻ വേണ്ടി കുറെ സ്ത്രീകൾ അവിടെ ഉണ്ട്. അതിലൊരു പെണ്ണിനോട് രാജാവ് ചോദിക്കും, നിന്റെ പ്രായം എത്രയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അവൾക്ക് 22 എന്ത് 22? നിന്നെ കണ്ടാൽ 22 തോന്നൂലല്ലോ, കണ്ടാൽ ഒരു കിഴവിയെ പോലെ തോന്നുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആ ഒരു പെണ്ണിനെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എലീന മുന്നിലേക്ക് വരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ആ ഒരു രാജാവിന് എലീനയെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അവളുടെ അച്ഛൻ മുന്നിലേക്ക് വന്നിട്ട്, രാജാവേ, എന്റെ കയ്യിൽ 200 കുതിരകളും കൂടിയുണ്ട്, അതിനെ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറയുമ്പോൾ ഇത് കേട്ട ആ ഒരു ദളപതി, എന്ത് 200 കുതിരയോ? അതിനൊരു സാധ്യതയില്ല, ഇവനൊരു സാധാരണ മാവരയ്ക്കുന്ന ഒരാളാണ്, ഇയാളുടെ കയ്യിൽ അത്രയും സ്വത്തുകൾ ഉണ്ടാവത്തില്ല, ഇവൻ നമ്മളോട് കള്ളം പറയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു രാജാവ് ഇത് കേട്ടിട്ട്, എന്ത് എന്റെ മുന്നിൽ കള്ളം പറയുന്നു, ഇവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് പോയിട്ട് തല വെട്ടാൻ പറയും. ഇത് കേൾക്കുന്ന എലീനയുടെ അച്ഛൻ പെട്ടെന്ന് ആ രാജാവിനോട് പറയും, രാജാവേ, എന്റെ മകൾക്ക് മറ്റൊരു ശക്തി കൂടിയുണ്ട്, അവൾക്ക് വൈക്കോലുകള് സ്വർണ്ണമാക്കാൻ കഴിയും എന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കള്ളം അതും എലീനയെ വെച്ചിട്ട് അവളുടെ അച്ഛൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന രാജാവ് എലീനയുടെ മുന്നിലേക്ക് വന്ന് അവളെ പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്, നിന്റെ അച്ഛൻ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇപ്പോൾ ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല, പേടി കാരണം അവൾ മിണ്ടാതെ നിൽക്കാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ജയിലിൽ കൊണ്ടുവന്ന് അടച്ചിടുന്നു. എന്നിട്ട് അവളെ ഇട്ടേക്കുന്ന ആ ഒരു കൂട്ടിലെ ഒരുപാട് വൈക്കോലുകളുണ്ട്, അത് കറക്കി, അതുമല്ല അതിനകത്ത് ഈ തുണിയെല്ലാം നെയ്യോലോ, ഈ നൂലെല്ലാം നെയ്തെടുക്കുമല്ലോ, അതുപോലൊരു മെഷീനും. എന്നിട്ട് പറയും, നാളെ രാവിലെ ആവുന്നതിന് മുന്നേ ഈ വൈക്കോലുകളെല്ലാം നീ സ്വർണ്ണമാക്കി മാറ്റണമെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നതും എലീനയ്ക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ വൈക്കോല് സ്വർണ്ണമാക്കി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എലീനയുടെയും അവളുടെ അച്ഛനെ തല അറക്കും. അങ്ങനെ എലീനയ്ക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. തൻ്റെ അച്ഛൻ ഇതുപോലൊരു കാര്യത്തിൽ തന്നെ പെടുത്തിയെന്ന് വിചാരിച്ച് അവൾ അവിടെ ഇരുന്ന് കരയുമ്പോഴത്തേക്കും അവളുടെ ശബ്ദം കേട്ട് ഒരു രാക്ഷസൻ ഇതിനകത്തേക്ക് കയറി വരുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ആ കാടിനുള്ളിൽ ഇവരെ രണ്ടുപേരെ ഒളിഞ്ഞു നോക്കിയ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നല്ലോ,
അതിവനാണെന്ന്. അങ്ങനെ ആ ഒരു രാക്ഷസനകത്തേക്ക് കയറി വന്ന്, നിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വൈക്കോല് ഞാൻ സ്വർണമാക്കി തരാം. അതിന് പകരമായിട്ട് നീ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കുമ്പോൾ എലീനയ്ക്ക് എന്ത് മറുപടി പറയണമെന്നറിയത്തില്ല. അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു രാക്ഷസൻ പറയുന്നത്, നീ എനിക്കൊരു ഉമ്മ തന്നാ മതി, പകരം ഞാൻ ഈ വൈക്കോലുകൾ സ്വർണമാക്കി തരാന്ന് പറയുമ്പോൾ ആദ്യം എലീന പറയും ഇല്ല കഴിയത്തില്ല എന്ന് പറയും. കാരണം ഇതുപോലൊരു രാക്ഷസനെ എങ്ങനെ അവൾ ഉമ്മ കൊടുക്കും? പക്ഷെ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോഴാണ് അവളുടെ ജീവനെക്കാട്ടി വലുതല്ല ഒരു ഉമ്മ. അതുകൊണ്ട് എലീന ആ രാക്ഷസന് ഒരു ഉമ്മ കൊടുക്കുന്നതും. ഇപ്പൊ ആ ഒരു രാക്ഷസൻ ആ മെഷീന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അതിലേക്ക് വൈക്കോല് കയറ്റി ആ വൈക്കോല് പതിയെ സ്വർണമാക്കി മാറ്റുകയാണ്. അതുപോലെ എലീന അവന് ഉമ്മ കൊടുത്തത് കൊണ്ട് തന്നെ എലീനയുടെ ബോധം പോയിട്ട് അവൾ താഴെ വീണ് കിടക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം എലീന കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ഒരു യന്ത്രത്തിലെ ആ രാക്ഷസൻ പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണമുണ്ട്. ഇത് കാണുന്നത് എലീനയ്ക്ക് അത്രയും സന്തോഷം. ഇതിങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ അവളുടെ തല ഇപ്പോൾ അറുത്തേനെ. അങ്ങനെ ഈ സ്വർണം ആ ദളപതി രാജാവിനടുത്തേക്ക് കൊണ്ടുകൊടുക്കാണ്. ഇത് കാണുന്ന രാജാവിനാണെങ്കിലും അത്രയും സന്തോഷം. കാരണം ഇവർക്ക് ഒരുപാട് സ്വർണം കിട്ടിയല്ലോ. അതുമല്ല നമ്മുടെ എലീനയെ അവർ കാണുന്നത് സ്വർണ്ണമുട്ട ഇടുന്ന ഒരു താറാവായിട്ടാണ്. ഈ പെണ്ണിനെ വെച്ച് നമുക്ക് ഒരുപാട് സ്വർണം ഉണ്ടാക്കാം എന്നുള്ള അത്യാഗ്രഹം ആ ഒരു രാജാവിന് വരുമ്പോൾ ആ ദളപതി പറയും, രാജാവേ എനിക്ക് അവളെ ഒരിക്കലും വിശ്വാസമില്ല, അതുകൊണ്ട് ഇത് സത്യമാണോ ഇല്ലയോ എന്ന് ഞാൻ നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ആ ദളപതി ഇപ്പോൾ രാത്രിയാവുന്നതും അവളുടെ ആ ഒരു കൂടുണ്ടല്ലോ അതിന് മുന്നിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്റെ മുന്നിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറയുന്നതും എലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കാരണം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ തല കാണത്തില്ലല്ലോ. അങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് രാത്രിയാവുമ്പോൾ ആ ഒരു രാക്ഷസൻ വീണ്ടും ഇതിനകത്തേക്ക് വരുന്നത്. ഇത്തവണ ആ രാക്ഷസൻ വരുമ്പോൾ ആ ദളപതി അവിടെ ഇരുന്ന് ഉറങ്ങാണ്. വേറൊന്നുമല്ല, ഈ രാക്ഷസൻ വരുന്ന സമയത്ത് ചുറ്റിനുള്ള എല്ലാവരും ഉറങ്ങിപ്പോവും. അതുപോലൊരു കഴിവ് ആ രാക്ഷസനുണ്ട്. ഇപ്പോൾ നമ്മുടെ എലീന ആ രാക്ഷസനെ നോക്കി പറയും, എനിക്ക് ഇനിയും കുറച്ച് സ്വർണം വേണം, നിനക്ക് ആവശ്യം ഉമ്മയല്ലേ, അത് ഞാൻ തരാന്ന് പറയുമ്പോൾ ആ രാക്ഷസൻ പറയും, ഹേയ് ഉമ്മയോ, അതൊന്നും എനിക്ക് വേണ്ട, ഷേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എലീന ചോദിക്കും, ശരി വേറെന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് ആ ഒരു രാക്ഷസൻ പറയുന്നത്, നിന്റെ ദേഹത്ത് തുണിയില്ലാതെ എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും നമ്മുടെ എലീനെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. ഇല്ല അതെനിക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും, ഇല്ല അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല, ഒരുപക്ഷെ ഞാൻ ഉറങ്ങിപ്പോയിട്ട് നീ എന്നെ എന്തെങ്കിലും ചെയ്താലോ, നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ആ രാക്ഷസൻ പറയും, ഇല്ല എനിക്ക് അത് തന്നെ കാണുമെന്ന് പറയുന്നതും ഇപ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ എലീന അതുപോലെ തന്നെ ദേഹത്ത് വസ്ത്രമൊന്നുമില്ലാതെ ആ ഒരു രാക്ഷസന് മുന്നിലിരിക്കുകയാണ്. ഇത് കണ്ട രാക്ഷസനാണെങ്കിലോ അവൾ പറഞ്ഞതുപോലെ തന്നെ ആ വൈക്കോലുകൾ വീണ്ടും സ്വർണ്ണമാക്കി കൊടുക്കുകയാണ്. അടുത്ത ദിവസം ആ ഒരു ദളപതി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അതിൽ നിറയെ സ്വർണ്ണമുണ്ട്. ഇത് കണ്ട ദളപതിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ സ്വർണവും ഈ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ട് കൊടുക്കുന്നതും ഇപ്പോൾ രാജാവ് എലീനയോട് അയാളുടെ മുന്നിലേക്ക് വരാൻ പറയും. അങ്ങനെ അവളെ പിടിച്ച് രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തുമ്പോൾ ഈ രാജാവ് പറയും, ഇപ്പോ നീ കിടക്കുന്ന ആ ഒരു കൂടിനുള്ളിലെ എല്ലാ വൈക്കോലുകളും സ്വർണമാക്കി മാറ്റി തന്നാലേ നിന്നെ നാളെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാം. അതും ഇപ്പൊ എന്റെ മുന്നിൽ വെച്ച് തന്നെ അതെല്ലാം സ്വർണമാക്കി തരണമെന്ന് പറയുമ്പോൾ എലീന പെട്ടെന്ന് ആലോചിച്ചിട്ട് പറയും, ഇല്ല രാജാവേ അതൊരിക്കലും കഴിയത്തില്ല, എനിക്ക് രാത്രി മാത്രമാണ് ശക്തി കൂടുതലുള്ളത്, അതുകൊണ്ട് രാത്രിയിൽ ഞാനത് ചെയ്തു തരാമെന്ന് പറയുമ്പോൾ രാജാവ് പറയും, ശരി രാത്രി നീ ചെയ്തു തന്നാൽ മതി, എല്ലാ വൈക്കോലുകളും എനിക്ക് സ്വർണ്ണമാക്കി തരണമെന്ന് പറയും. പക്ഷെ അതിലൂടെ ഒരിക്കലും എലീനയെ പുറത്തുവിടാൻ പോകുന്നില്ല. അത് ആ രാജാവ് വെറുതെ പറയുന്നതാണ്. അതേസമയം ആ രാക്ഷസനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ കാടിനുള്ളിലൂടെ നടന്നു പോവാണ്. അപ്പോഴാണ് കാടിനകത്ത് വേറൊരു രാക്ഷസൻ അതുവഴിയെ നടന്നു വരുന്നത്. ഇത് കണ്ട ഈ രാക്ഷസനാണെങ്കിലോ പെട്ടെന്ന് താഴേക്കിരിക്കും. വേറൊന്നല്ല, ഈ രാക്ഷസന്മാരുടെ നേതാവുണ്ടല്ലോ, അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്ന ആ ഒരു രാക്ഷസനാണിത്. ഇപ്പൊ ആ രാക്ഷസൻ ഇവന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, നീ ഇപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് മനുഷ്യരെ സഹായിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു, അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ഒരു മനുഷ്യ കുഞ്ഞിനെ വേണം. അങ്ങനെ ഒരു കുഞ്ഞിനെ നീ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, അതുകൊണ്ട് ആ കുഞ്ഞിനെ എനിക്ക് എപ്പോൾ തരുമെന്ന് ചോദിക്കുമ്പോൾ ഈ രാക്ഷസനും പേടിച്ചിട്ട് ഞാൻ തരാം, എത്ര ഇവിടുന്ന് കൊണ്ടുതരാന്ന് പറയുന്നുണ്ട്. ഇവിടെ എലീനയെ കാണിക്കുമ്പോൾ അവള് രാത്രിയിലെ ആ രാക്ഷസന് വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര നേരം കാത്തിരുന്നിട്ടും ആ ഒരു രാക്ഷസൻ വരുന്നില്ല. എന്തുപറ്റി, എന്തുകൊണ്ട് ആ ഒരു രാക്ഷസൻ വരാത്തെ എന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു രാക്ഷസൻ അതിനകത്തേക്ക് കയറി വരുന്നത്. ഇത് കാണുന്ന എലീന ആ രാക്ഷസനടുത്തേക്ക് വന്നിട്ട്, എനിക്ക് ഒരുപാട് സ്വർണം വേണം, ഇതിനകത്തുള്ള എല്ലാ വൈക്കോലുകളും എനിക്ക് സ്വർണ്ണമാക്കി തരണം, ഇന്ന് രാത്രി തന്നെ അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ രാക്ഷസനും ഇതാണ് സമയമെന്ന് പറഞ്ഞേ, ഓക്കെ ശരി ഞാൻ ഇവിടെയുള്ള എല്ലാം സ്വർണ്ണമാക്കി തരാം, എനിക്കെന്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പല കാര്യങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ രാക്ഷസന് വേണ്ടെന്ന് പറയും. അപ്പൊ അവസാനം എലീന ചോദിക്കും, ശരി ഇനിയിപ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ രാക്ഷസൻ തൻ്റെ ആവശ്യം പറയും, എനിക്ക് നിന്റെ കുഞ്ഞിനെ വേണം, അതും നിനക്ക് ആദ്യമായിട്ട് ജനിക്കുന്ന ആ ഒരു കുഞ്ഞിനെ എനിക്ക് തരണം, അത് നീ തന്നെ എനിക്ക് തന്നു കഴിഞ്ഞാലേ
നീ ആവശ്യപ്പെടുന്നത് പോലെ ഇവിടെയുള്ള എല്ലാം ഞാൻ സ്വർണ്ണമാക്കി തരാന്ന് പറയുമ്പോൾ ആദ്യം എലീന അത് കഴിയത്തില്ല എന്ന് പറയും. കാരണം സ്വന്തം കുഞ്ഞിനെ ഒരമ്മയും മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല, അത് ഇതുപോലൊരു രാക്ഷസനെ. വേറെ പല കാര്യങ്ങളും പറഞ്ഞു നോക്കുന്നുണ്ട്. നീ വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറയുമ്പോൾ ആ രാക്ഷസനും കഴിയത്തില്ല എന്ന് പറയും. കാരണം രാക്ഷസനും അവന്റെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ വേണം. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ എലീന തന്റെ കുഞ്ഞിനെ ആ രാക്ഷസന് കൊടുക്കാന്ന് വാക്ക് പറയും. അതനുസരിച്ച് ആ ഒരു രാക്ഷസൻ അതിനകത്തിരുന്ന് അവിടെയുള്ള എല്ലാ വൈക്കോലും സ്വർണ്ണമാക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഈ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ എലീനയെ വിടുമെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ അത് ഈ കൊട്ടാരത്തിൽ നിന്നല്ല, അവളെ ജീവനോടെ വെറുതെ വിടുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആ ഒരു രാജാവ് എലീനയെ കല്യാണം കഴിക്കുന്നു. അതുകൊണ്ട് അവള് രാജാവിന്റെ ഭാര്യയായിട്ട് മാറി. ഇപ്പൊ അവര് രാജാവിനെ ഇഷ്ടപ്പെട്ടിട്ടല്ല, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എലീന ഈ നാട്ടിലെ രാജ്ഞിയാവുന്നതും അവളുടെ അച്ഛനെയും വെറുതെ വിടുന്നു. ഇപ്പൊ തന്റെ കുടുംബത്തിനൊരു കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുന്നതും ഇനിയിപ്പോ നിവർത്തിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ ജീവിക്കാനായിട്ട് എലീന തീരുമാനിക്കുകയാണ്. ഇപ്പൊ അവര് രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജാവിന് ഒരു ഭാര്യ എന്നുള്ളൊരു ചിന്തയോ സ്നേഹമോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ആ രാജാവിന് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീ മാത്രം, അത്ര മാത്രമേ എലീനയെ അയാൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ എലീന ഇപ്പോൾ ഗർഭിണിയാവാണ്. അതുമല്ല, ഈ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ രാജകൊട്ടാരത്തിൽ തന്നെ ഒരു മന്ത്രവാദിയുണ്ട്. അവരുടെ അടുത്തേക്ക് ചെന്ന് അതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് ചോദിക്കുമ്പോൾ അവരൊരിക്കലും അത് കൊടുക്കത്തില്ല. കാരണം ആ ഒരു മന്ത്രവാദിനി ആ രാജാവിന് വേണ്ടി സേവ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് കൊടുക്കില്ല എന്ന് പറയും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. എലീന പൂർണ്ണ ഗർഭിണിയായി. അങ്ങനെ അവളൊരു ദിവസം ഈ ജയിലിൽ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു രാക്ഷസൻ അവളുടെ അടുത്തേക്ക് വന്ന് ആ കുഞ്ഞിനെ എടുക്കുന്നത് പോലെ അവൾ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നതും അത് വേറെ സ്വപ്നമാണെങ്കിലും അവൾക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവസാനം എലീന ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. അതാണെങ്കിലോ ഒരു ആൺകുഞ്ഞ്. ഈ രാജാവിനും വേണ്ടത് ഒരു ആൺകുഞ്ഞായിരുന്നു. അതുകൊണ്ട് എലീന രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ രാജാവിനും ആ ഒരു ആൺകുഞ്ഞിനെ വേണം, അതേപോലെ തന്നെ ആ ഒരു രാക്ഷസനും ഈ കുഞ്ഞിനെ വേണം. ഇപ്പോൾ എലീനയാണെങ്കിലോ അവളുടെ കുഞ്ഞിനെ വേറെ ആരുടെ കയ്യിലും കൊടുക്കത്തില്ല. പകരം അവളുടെ കാമുകനുണ്ടല്ലോ, അവൻ ഈ രാജകൊട്ടാരത്തിലെ ഒരു പടയാളിയായിട്ട് കാവൽക്കാരനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവനെ തന്റെ മുറിയിലേക്ക് വിളിച്ചിട്ട് എനിക്ക് കാവലായിട്ട് നീ ഇവിടെ വേണം, എന്നെയും എന്റെ കുഞ്ഞിനെ നീ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവനും ശരിയെന്ന് പറഞ്ഞിട്ട് അവളുടെ റൂമിന്റെ വെളിയിൽ തന്നെ അവൻ കാവലിരിക്കുകയാണ്. കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോഴാണ് അവൻ നല്ല ഉറക്കം. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു രാക്ഷസൻ അവിടേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇതുപോലെ കിടന്ന് ഉറങ്ങുന്നത്. ഇപ്പൊ ആ ഒരു രാക്ഷസൻ അകത്തേക്ക് കയറി വന്ന് എലീനയോട് തന്റെ കുഞ്ഞിനെ ചോദിക്കും. ഇത് കാണുന്ന എലീനയാണെങ്കിലോ തന്റെ കുഞ്ഞിനെ തരത്തില്ല, എനിക്ക് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ആ രാക്ഷസൻ നീ എനിക്ക് വാക്ക് തന്നാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് വരുമ്പോൾ എലീന ദേഷ്യപ്പെട്ട ആ ഒരു രാക്ഷസനെ തള്ളി താഴേക്കിടും. അപ്പൊ ആ രാക്ഷസന് ദേഷ്യം വന്നിട്ട് നീയല്ലേ പറഞ്ഞ് ആ കുഞ്ഞിനെ എനിക്ക് തരാന്ന്, അതിനുവേണ്ടി ഞാൻ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. എന്തായാലും ഞാനായിട്ട് ഈ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവത്തില്ല. നീയായിട്ട് തന്നെ എനിക്ക് ആ ഒരു കുഞ്ഞിനെ തരണം. അതുകൊണ്ട് നിനക്കൊരു 3 ദിവസം ഞാൻ തരാം. അതിനുള്ളിൽ എന്റെ പേര് നീ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ട. ഇല്ലാന്നാണെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ആ രാക്ഷസൻ അവിടെ നിന്ന് പോവാണ്. കുറച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അടുത്തേക്ക് വന്ന് അവനോട് പറയും. എലീന അവളുടെ വിഷമങ്ങളെല്ലാം അവനോട് പറഞ്ഞിട്ട് ഇതുപോലെ കാടിനുള്ളിൽ ഒരു രാക്ഷസനുണ്ട്, അവന്റെ പേരെന്താണെന്ന് നീ കണ്ടുപിടിച്ചിട്ട് വരണം. നിനക്കറിയാവുന്ന എല്ലാ ഇടങ്ങളിലും പോയിട്ട് അവന്റെ പേര് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഹീറോ ശരിയെന്ന് പറഞ്ഞ് എലീനയെ സഹായിക്കാൻ വേണ്ടി അവനും ഗ്രാമത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഗ്രാമത്തിലുള്ള വയസ്സായിട്ടുള്ള ആളുകളും പല വീടുകളിലും അവൻ ചെന്ന് ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഒരു രാക്ഷസനെ അറിയുമെന്ന്. പക്ഷെ ആർക്കും ആ രാക്ഷസനെ അറിയത്തില്ല, ആ രാക്ഷസന്റെ പേര് പോലും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് അടുത്തുള്ള കാടിനുള്ളിലേക്ക്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു മന്ത്രവാദിനിയായിട്ടുള്ള സ്ത്രീ അവൻ കാണുന്നത്. ഇപ്പൊ അവരുടെ വീടിനകത്തേക്ക് കയറി ചെന്ന് അവരോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച് അവസാനം ഒരു പേപ്പറുമായിട്ട് തിരിച്ച് എലീനയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും ഞാൻ ഇതുപോലെ ഒരു മന്ത്രവാദിനിയെ കണ്ടു, അവരൊരു 3 പേര് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ദേ ഇതാണ് ആ ഒരു പേരുകൾ എന്ന് പറഞ്ഞ് എലീനയ്ക്ക് ആ ഒരു പേപ്പർ കൊടുക്കുന്നതും അവൾക്ക് കുറച്ച് സന്തോഷമായി. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ആ രാക്ഷസൻ വീണ്ടും എലീനയെ കാണാൻ വരികയാണ് അന്ന് രാത്രി. ഇപ്പോൾ എലീനയുടെ കയ്യിൽ 3 പേരുകളുണ്ടല്ലോ, ആ ധൈര്യത്തിൽ അവള് ആ 3 പേരുകളും ആ രാക്ഷസനോട് പറയുമ്പോഴത്തേക്കാണ് രാക്ഷസൻ പറയുന്നത് ഇത് 3ഉം എന്റെ പേരല്ല, ഈ 3 പേരുകൾ എന്റെ കൂടെ പിറന്ന എന്റെ സഹോദരങ്ങളുടെ പേരുകളാണ്. അതുകൊണ്ട് നിനക്ക് തെറ്റിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു രാക്ഷസൻ ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും ഞാൻ ഇനി നാളെ വരാം, നാളെ ഒരു തവണ കൂടി നീ എന്റെ പേര് തെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ ഈ കുഞ്ഞെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ ആ രാക്ഷസൻ വീണ്ടും കാടിനുള്ളിലേക്ക് പോകുന്നു. എന്താന്ന് വെച്ചാൽ ആദ്യ ദിവസം അവൾ ആ ഒരു രാക്ഷസന്റെ പേര് പറഞ്ഞിരുന്നു, അത് തെറ്റായിട്ട് പോയിട്ടാണ് രണ്ടാമത് ഈ മന്ത്രവാദിനിയുടെ കയ്യിലുള്ള ആ ഒരു പേരുകൾ അവൾ പറഞ്ഞു നോക്കിയത്. ഇപ്പൊ അതും തെറ്റായതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, തന്റെ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയാവൂ. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോൾ എലീന എന്തോ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. അതനുസരിച്ച് എലീന തന്റെ കുഞ്ഞിനെയും അതേപോലെ തന്നെ
ഹീറോയെ വിളിച്ച് ആ കാടിനുള്ളിലേക്ക് നടന്നു പോകും. കുറേ ദൂരം നടന്നു ചെന്നതിന് ശേഷം ഇപ്പൊ ഇരുട്ടാൻ തുടങ്ങുന്നതും ഹീറോയെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് തന്നെ പറഞ്ഞുവിടും. എന്നിട്ട് ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് അവൾ ആ കാടിനുള്ളിലേക്ക് പോവാണ്. ഇപ്പൊ കുറേ ദൂരം നടക്കുമ്പോൾ നല്ല രീതിയിൽ ഇരുട്ടായി. ഇപ്പൊ ആ ഒരു രാക്ഷസനെ കാണിക്കുമ്പോൾ അവൻ തീയെല്ലാം കൂട്ടിയിട്ട് ചുറ്റിനു നിന്ന് ഡാൻസ് കളിക്കുന്നു. അതുമല്ല അങ്ങനെ പാട്ടുപാടി ഡാൻസ് കളിക്കുമ്പോൾ ആ രാക്ഷസന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ആ രാക്ഷസൻ ഡാൻസ് കളിക്കുന്നത്. അവന്റെ പേരെന്താന്ന് വെച്ചാല് റംബൽ സ്റ്റിൽ സ്കിൻ. ഇതാണ് ഈ മൂവിയുടെ പേര്. ഈ കാര്യം നമ്മുടെ എലീന ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ പേര് കേട്ടതും എലീന ഇപ്പോൾ ഒളിച്ചിരുന്ന അവന്റെ പേര് പറയുമ്പോഴത്തേക്കും ആ രാക്ഷസൻ ഇപ്പൊ അവളുടെ മുന്നിലേക്ക് വന്നിട്ട് ഇതെന്റെ പേരല്ല എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞിനെ വാങ്ങുന്നുണ്ട്. ഇതെന്റെ പേരല്ല, നീ തെറ്റായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ എലീന അതൊരിക്കലും വിശ്വസിക്കത്തില്ല. എലീന വീണ്ടും വീണ്ടും അതേ പേര് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ആ ഒരു രാക്ഷസനുള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലൂടെ എലീനയ്ക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ആ ഒരു രാക്ഷസന്റെ പേരെന്ന്. അതുകൊണ്ട് ആ രാക്ഷസന്റെ പേര് ഭയങ്കരമായിട്ട് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ആ രാക്ഷസൻ ഇപ്പോൾ ഭൂമിക്കുള്ളിലേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു രാക്ഷസൻ ഇല്ലാതായതോടെ തന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എലീന തിരിച്ച് ആ ഒരു കൊട്ടാരത്തിലേക്ക് തന്നെ വരുന്നു. അത് കഴിഞ്ഞിപ്പോ 5-6 വർഷങ്ങൾ കഴിയുന്നുണ്ട്. ആ കുഞ്ഞാണെങ്കിലോ വളർന്നു വലുതായി. അവനാണെങ്കിലോ ഒരു 5-6 വയസ്സായിട്ടുണ്ട്. പക്ഷെ എലീനയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരിക്കലും അവളുടെ മകനെ ഈ കൊട്ടാരം വിട്ട് വെളിയിലേക്ക് വിടത്തില്ല. അവന് പഠിപ്പിക്കുകയാണെങ്കിലും ഇപ്പൊ ആയുധ പരിശീലനം ഇതെല്ലാം കൊട്ടാരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇത് കണ്ട ആ ഒരു ദളപതിക്ക് എന്തോ ഒരു സംശയം, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ രാജ്ഞി വെളിയിലേക്ക് വിടാത്തതെന്ന്. അതേസമയം ഈ കാടിനുള്ളിൽ കാണിക്കുമ്പോൾ ഈ കാടിനുള്ളിൽ ആ ഒരു വലിയ രാക്ഷസനുണ്ടല്ലോ, ആ രാക്ഷസൻ ഇപ്പോൾ കാടിനകത്തേക്ക് വന്ന് റംബൽ സ്റ്റിൽ സ്കിൻ എന്ന് പറഞ്ഞ ആ ഒരു രാക്ഷസൻ ആ രാക്ഷസന് വീണ്ടും ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് വീണ്ടും ആ രാക്ഷസനോട് ഇതുപോലെ എനിക്കൊരു കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഈ രാക്ഷസനെ പിന്നെയും പറഞ്ഞു വിടുന്നു. ഇപ്പൊ അതേസമയം കൊട്ടാരത്തിൽ കാണിക്കുമ്പോൾ ഇത്തവണ ജയിലിൽ വേറൊരു പെൺകുട്ടിയെ പിടിച്ചടച്ചിട്ടേക്കാണ്. അതുവഴി നമ്മുടെ ഹീറോ നടന്നു വരുമ്പോൾ അവനോട് സംസാരിച്ച് വശീകരിക്കുന്നത് പോലെ അവനെ സംസാരിച്ചിട്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറയും. ഇപ്പൊ അവളാണെങ്കിലോ ഒരിക്കലും അവനെ വിടുന്നൊരു ലക്ഷണമില്ല. അവൻ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു അധികാരമില്ല, അത് രാജാവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ അതൊന്നും സമ്മതിക്കാതെ അവസാനം ഹീറോയെ വശീകരിച്ച് എങ്ങനെയോ അകത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ അവനകത്തേക്ക് കയറിയതും അവനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്ന് അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. സത്യത്തില് അതാ ഒരു രാക്ഷസനായിരുന്നു, ഒരു പെണ്ണിന്റെ വേഷം ധരിച്ച് ഇതിനകത്തേക്ക് കയറിയതാണ്. അങ്ങനെ നമ്മുടെ ഹീറോയെ അതിനകത്ത് വെച്ച് തന്നെ കൊന്നതിന് ശേഷം ഇപ്പൊ ഈ കൊട്ടാരത്തിനകത്തേക്ക് കയറും. അവിടെ ഒരു മന്ത്രവാദിനി ഉണ്ടല്ലോ, ആ മന്ത്രവാദിനിയുടെ വേഷത്തിൽ മാറി നേരെ ആ ഒരു ദളപതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ രാക്ഷസൻ നടന്ന എല്ലാ സത്യങ്ങളും ഈ ദളപതിയോട് പറയാണ്. ആ വൈക്കോല് സ്വർണമാക്കി മാറ്റിയത്, അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞും ഈ രാക്ഷസനും തമ്മിലുള്ള ഉടമ്പടി, ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ ഈ ഒരു ദളപതിക്കാണെങ്കിലോ എലീനയോട് ഇതിനു മുന്നേ തന്നെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവന് നല്ല സംശയവും. ഇതെല്ലാം അറിഞ്ഞിട്ട് ഇവരെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആ ഒരു ദളപതി നേരെ ആ കൊട്ടാരത്തിലെ ഹീറോയിന്റെ അച്ഛനുണ്ടായിരുന്നു, അയാളെ എലീനയുടെ കൺമുന്നിൽ വെച്ച് തന്നെ കഴുത്തെറുത്ത് കൊല്ലും. എന്നിട്ട് എലീനയെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെയുള്ള പടയാളികളെല്ലാം അവളുടെ പിറകെ വരും. അപ്പോൾ ഇവളൊരു രാജ്ഞി ആയതുകൊണ്ട് എലീന അവരോട് പറയും എന്നെ ഇവ കൊല്ലാൻ ശ്രമിക്കുന്നു, അവനെ പിടിച്ച് അവന്റെ തലയെറുക്കാൻ പറയുന്നതും ആ പടയാളികളെല്ലാവരും ഈ ദളപതിയെ പിടിച്ചിട്ട് അവന്റെ തലയെറുത്ത് അവനെ കൊല്ലുന്നു. അപ്പൊ ആ ഒരു ദളപതിയുടെ കാര്യം കഴിഞ്ഞു. അതേസമയം എലീനയുടെ മകന്റെ മുറിയിൽ കാണിക്കുമ്പോൾ ആ പയ്യന്റെ അടുത്തേക്ക് ഈ ഒരു രാക്ഷസൻ ഒരു മുഖംമൂടിയായിട്ട് വന്നേക്കാണ്. ഇത് കണ്ട ആ ഒരു പയ്യൻ പേടിക്കുമ്പോഴത്തേക്ക് രാക്ഷസൻ പറയും നിന്റെ അമ്മയില്ലേ, നിന്റെ അമ്മ നിന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നു. ഈ കൊട്ടാരത്തിന് വെളിയിൽ നീ പേടിക്കുന്നത് പോലെ ഒരു ലോകമില്ല. പകരം നല്ല കാണാൻ ഭംഗിയുള്ള വലിയ വലിയ മരങ്ങളുണ്ട്, അതിൽ നിറയെ പഴങ്ങളുണ്ട്. നീ എന്നോടൊപ്പം വന്നു കഴിഞ്ഞാലേ നിനക്ക് ആ ഒരു ലോകം ഞാൻ കാണിച്ചു തരാമെന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആ ഒരു പയ്യനാണെങ്കിലോ അതിലെല്ലാം വിശ്വസിച്ച് ആ ഒരു രാക്ഷസനോടൊപ്പം കൊട്ടാരത്തിന് വെളിയിലേക്ക് പോകുന്നു. അതേസമയം എലീന പെട്ടെന്ന് തന്റെ മുറിയിലേക്ക് ഓടി വരികയാണ്. ഡോർ തുറന്ന് നോക്കുമ്പോൾ അവരുടെ മകനെ അവിടെ കാണുന്നില്ല. അപ്പൊ തന്നെ എലീനയ്ക്ക് മനസ്സിലായി ആ ഒരു രാക്ഷസൻ തന്നെയാണ് തന്റെ മകനെ തട്ടിക്കൊണ്ട് പോയതെന്ന്. അതുകൊണ്ട് എലീന നേരെ കാടിനുള്ളിലേക്ക് പോവാണ്. അതേസമയം കാടിനകത്ത് കാണിക്കുമ്പോൾ ആ ചെറിയ രാക്ഷസൻ ഇപ്പൊ എലീനയുടെ മകനെ കൈയും കാലെല്ലാം കെട്ടിയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ കറക്റ്റ് സമയത്ത് അവിടേക്ക് നമ്മുടെ എലീന വരുന്നു. അത് അവളുടെ കയ്യിലാണെങ്കിലോ വലിയൊരു വാളുണ്ട്. ഈ വാള് കണ്ടിട്ടും ഈ രാക്ഷസൻ ഒരിക്കലും പേടിക്കുന്നില്ല. കാരണം മുമ്പത്തേക്കാൾ അവന് ശക്തി കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ എലീനയ്ക്കാണെങ്കിലോ ഈ രാക്ഷസന്റെ പേരറിയാലോ, അതുകൊണ്ട് പേര് പറഞ്ഞ് അതിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ട് പേര് പറയാനായിട്ട് വരുമ്പോൾ ഈ രാക്ഷസൻ പെട്ടെന്ന് അതിന്റെ ശക്തി ഉപയോഗിച്ച് അവളുടെ വായങ്ങ് മൂടുകയാണ്. ഇപ്പൊ അവളുടെ വായാണെങ്കിലോ നല്ലതുപോലെ മൂടിപ്പോകുന്നതും അവളുടെ മകനെ ഈ രാക്ഷസന്റെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അറിയാം ഈ പേര്. അങ്ങനെ ഈ രാക്ഷസന്റെ പേര് പറയാനായിട്ട് അവന് ശ്രമിക്കുമ്പോൾ അവന്റെ വായും അതുപോലെ തന്നെ അത് മൂടുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരുടെ വായും മൂടിയിരിക്കുന്നത് കൊണ്ട്
ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ആ ഒരു രാക്ഷസൻ ചിരിച്ചുകൊണ്ട് ആ പയ്യനെ കൊല്ലാൻ വേണ്ടി അവന്റെ കയ്യിലേക്ക് വന്ന് പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവന് ഷോക്ക് അടിച്ചതുപോലെ പുറകിലേക്ക് മാറിപ്പോകുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ചെറിയ പയ്യന്റെ കയ്യിൽ ഈ രാക്ഷസന്റെ പേര് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ പച്ച കുത്തി വെച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ എലീനയുടെയും അവളുടെ മകന്റെയും വായ തുറക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു രാക്ഷസന്റെ പേര് പറയാൻ തുടങ്ങും. രണ്ടുപേരും ഒരുമിച്ച് പറയുമ്പോൾ ആ രാക്ഷസന് അത് കഴിയത്തില്ല. അവസാനം രാക്ഷസന്റെ ശരീരം പൊട്ടിത്തെറിച്ച് ആ രാക്ഷസൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവി? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാൻ. അതുവരെയും ബൈ.